നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂട്ടുകാരുമൊത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ മലപ്പുറം കുട്ടായി സ്വദേശി കുഴഞ്ഞു വീണ് മരിച്ചു. കൂട്ടായി സ്വദേശി പരേതനായ പരീഷിന്റെ പുരക്കൽ മാനൂട്ടിയുടെ മകൻ ഷുഹൈബാണ് മരിച്ചത്. പ്രായം 33. ദുബായിൽ ഫ്രൂട്ട്സ് കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. ഭാര്യ അൻസി, മകൻ സിയാദ്, മാതാവ് ആയിഷക്കുട്ടി. ദുബായിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മയ്യിത്ത് കൂട്ടായി ഫറൂഖ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്യുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. എന്നാൽ മരണം ഹൃദയാഘാതം മൂലമാണോ എന്ന റിപ്പോർട്ടുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ മരണമടഞ്ഞ പ്രവാസികൾ അനവധിയാണ്. കാരണം ഹൃദയാഘാതം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസികൾ ജാഗ്രത പുലർത്തണം. ഹൃദയാഘാതം കാരണം മരണപ്പെടുന്ന പ്രവാസികളുടെ എണ്ണത്തിലെ വർധനവ് ഏറെ ആശങ്കയുണർത്തുന്നതാണ്. പ്രായഭേദമന്യേ ഇപ്പോൾ യുവാക്കളും ഇത്തരത്തിൽ ഹൃദയാഘാതം മൂലം മരണമടയുന്നുണ്ട്. പ്രവാസികൾക്കിടയിൽ ഹൃദ്രോഗ സാധ്യത കൂടാൻ കാരണം എന്താണ് എന്നതാണ്. ജീവിത രീതികളിൽ എങ്ങനെ ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഡോക്ടർമാരടക്കമുള്ളവർ എന്താണ് നിർദ്ദേശിക്കുന്നതെന്നാണ് ഇനി കാണുന്നത്. പ്രവാസി ലോകത്ത് ഈ വാർത്തകൾ ഇപ്പോൾ പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി ഇവിടെ എത്തുന്ന പല പ്രവാസികളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കി വെച്ചുകൊണ്ട് കടന്നു പോകുന്നു. തൊട്ടുമുന്നിലെ നിമിഷം വരെ തിരക്കുകൾക്കിടയിൽ അമർന്നവരിൽ പലരും അടുത്ത നിമിഷം മരണത്തിന് കീഴടങ്ങിയ കാഴ്ചകൾ ഞെട്ടലോടെയാണ് പ്രവാസികൾ കാണുന്നതും കേൾക്കുന്നതും. പ്രവാസികൾക്കിടയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കുകയും അത് ഹൃദയാഘാതം കാരണമുള്ള മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ഏറെ ആശങ്കാകരം തന്നെയാണ്. പ്രായമായവരിലായിരുന്നു ഹൃദ്രോഗം കണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. 20കളിലും 30കളിലും ഒക്കെ യുവത്വത്തിന്റെ സജീവതയിൽ പോലും ഹൃദ്രോഗം പിടിമുറുക്കുന്ന കാഴ്ച ഏറെ ഉത്കണ്ഠ ഉളവാക്കുന്നു. ജീവിത ഭക്ഷണ ശൈലി ഉൾപ്പെടെ വിവിധ ഘടകങ്ങളാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമായി മാറുന്നത്. നമ്മൾ ഇന്ത്യക്കാരുടെ ജനിതകഘടന ഇങ്ങനെയാണെന്ന കാരണത്തിനൊപ്പം സ്ട്രെസ് എന്ന പേരിൽ നാം വിളിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, വിഷമങ്ങളുമൊക്കെയാണ് ഹൃദയ സംബന്ധിയായ രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങളായി പറയുന്നത്. വീട്ടിൽ നിന്നും അകന്നു താമസിക്കുന്ന പ്രവാസികൾ ഒറ്റപ്പെടലിന്റെ വേദന അടുത്തറിയുന്നവരാണ്. ഫോണിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊപ്പം ഓൺലൈൻ ലോകത്ത് സജീവമാണെങ്കിൽ കൂടി ഒറ്റപ്പെടലിന്റെ ആശങ്കകൾ അലട്ടുന്നവർ ഏറെയാണ്. നാട്ടിലെ കുടുംബാംഗങ്ങളിൽ നിന്നും ആവശ്യത്തിന് പിന്തുണയും പരിഗണനയും ലഭിക്കാതിരിക്കുകയും വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ സാഹചര്യമില്ലാത്തതും ഒറ്റപ്പെടലിന്റെ കാരണങ്ങളായി മാറുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കിടയിൽ ആശങ്കാജനകമായി ഹൃദ്രോഗ സാധ്യത കൂടുതലാക്കുകയാണ്. അതിനാൽ തന്നെ നാട്ടിലെ കുടുംബാംഗങ്ങളുടെ പിന്തുണ പ്രവാസികൾക്ക് ഏറ്റവും ആവശ്യമായ സാഹചര്യമാകുന്നു. ഭക്ഷണശീലവും ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സമയത്തിന് ഭക്ഷണം കഴിക്കാതെ തിരക്കുകളിൽ അമരുന്നവരാണ് പ്രവാസികളിൽ അധികം പേരും. കൃത്യമായ ഭക്ഷണം കൃത്യമായ സമയങ്ങളിൽ കഴിക്കുകയെന്നത് പ്രധാനമാണ്. ഗൾഫ് ലോകത്തെ സാമ്പത്തിക അസ്ഥിരത തൊഴിലിടങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊറോണ വ്യാപനത്തിന്റെ നാളുകളിൽ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും അസ്ഥിരതയും ഒക്കെ പ്രവാസികൾക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. തൊഴിലിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളും ആശങ്കകളും ഒഴിവാക്കാൻ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ആവശ്യമായി വരുന്നു. ഒപ്പം ക്രെഡിറ്റ് കാർഡുകൾക്കും വായ്പകളും ഒക്കെ എടുക്കുന്നവർ തിരിച്ചടയ്ക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ കടിമപ്പെടുന്നത് മാനസിക സംഘർഷം വർദ്ധിപ്പിക്കുകയാണ്. ജോലി തിരക്കുകൾക്കിടയിൽ ശരീരവും ആരോഗ്യവും ശ്രദ്ധിക്കാത്തതും വിനയായി മാറും. കൃത്യമായ വ്യായാമം ഉറപ്പാക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നതിലൂടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം കൈവരിക്കാനാകുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. തിരക്കുകൾക്കിടയിൽ ജീവിതം കൈവിട്ടു പോകാതിരിക്കാൻ വ്യായാമത്തിനായി സമയം കണ്ടെത്തിയേ മതിയാകൂ. ഉറക്കമില്ലായ്മയും മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. അബുദാബിയിലും ദുബായിലുമൊക്കെയായി ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികളിൽ നല്ലൊരു പങ്കും ദിനംപ്രതി 3-4 മണിക്കൂർ വാഹനം ഓടിക്കുന്നവരാണ്. ജോലി ചെയ്യുന്നത് കൂടാതെയുള്ള ഈ സമയം കൂടി കിട്ടുമ്പോൾ ഉറങ്ങാൻ ആവശ്യത്തിന് സമയം ഇല്ലാതാകുന്നതാണ് മറ്റൊരാശങ്ക. പവർ സ്നാപ്പിലൂടെയെങ്കിലും ഉറക്കമില്ലായ്മ ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇത്തരത്തിൽ വിവിധ സാഹചര്യങ്ങളാണ് പ്രവാസി ഇന്ത്യക്കാരുടെയും ഏറെ പ്രത്യേകിച്ച് മലയാളികളുടെയും ഹൃദയത്തെ കാർന്നെത്തുന്ന ഘടകങ്ങൾ. ശാരീരിക മാനസിക ഉന്മേഷം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പ്രവാസികളുടെ മുന്നോട്ടുള്ള വഴികളിൽ ഇടറി വീഴാതിരിക്കാൻ ഓർമ്മപ്പെടുത്തലുകളും ബോധവൽക്കരണങ്ങളും ആവശ്യമായി വരുന്നു. സർക്കാരുകളും എംബസിയും കോൺസുലേറ്റും അടക്കമുള്ള സ്ഥാപനങ്ങളും വിവിധ അസോസിയേഷനുകളും ഒക്കെ ഇത്തരം ബോധവൽക്കരണങ്ങളുമായി മുന്നോട്ടിറങ്ങേണ്ടതും കാലഘട്ടത്തിന്റെ അത്യാവശ്യമായി മാറിയിരിക്കുന്നു എന്നതും ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.